ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ജലാലുദ്ദീൻ റൂമി അദ്ദേഹത്തിൻ്റെ ചിന്തകളെയും രചനകളെയും കുറിച്ചിട്ടുള്ള സംസാരമാണ് നമ്മൾ നടത്തുന്നത്. 13-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഇസ്ലാമിക ലോകത്ത് തന്നെ പിൽക്കാലത്ത് ധാരാളം സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞ മഹാനായ ഒരു പണ്ഡിതവര്യനാണ് ജലാലുദ്ദീൻ റൂമി അഥവാ മൗലാന റൂമി. ഇസ്ലാമിക ലോകത്ത് പ്രത്യേകിച്ച് കാവ്യ മേഖലയിൽ അതുപോലെ തന്നെ ഗദ്യ മേഖലയും തന്നെ തുർക്കി പേർഷ്യൻ ഭാഷകളിൽ ഏറ്റവും കൂടുതൽ റെഫർ ചെയ്യപ്പെടുന്ന ഒരു കവി എന്ന നിലയിലും എഴുത്തുകാരൻ എന്ന നിലയിലും ഒരു മിസ്റ്റിക് ഭാവമുള്ള ഒരു പണ്ഡിതൻ എന്ന നിലയിലും ഇസ്ലാമിക ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുകയും അതുപോലെ തന്നെ വിവാദങ്ങൾ നിറഞ്ഞ ഒരു കഥാപാത്രവും കൂടിയാണ് ജലാലുദ്ദീൻ റൂമി. 1207 ഇന്നത്തെ അഫ്ഗാനിസ്ഥാനിലെ ബൽഹിൽ ജനിക്കുകയും പിന്നീട് അവിടുന്ന് 1220കളുടെ പശ്ചാത്തലത്തിൽ അഫ്ഗാനിസ്ഥാൻ പ്രദേശങ്ങളിലെല്ലാം മംഗോൾ ആക്രമണം ശക്തമായിരിക്കുന്ന പശ്ചാത്തലത്തിൽ അവിടുന്ന് നിന്ന് രക്ഷപ്പെടുകയും അദ്ദേഹത്തിൻ്റെ പിതാവിനൊപ്പം അവിടുന്ന് രക്ഷപ്പെടുകയും ആ ഒരു യാത്രയിൽ ഇന്നത്തെ മുസ്ലിം പ്രമുഖ കേന്ദ്രങ്ങളായ അത് ഹിജാസ് ആവട്ടെ, ബാഗ്ദാദ് ആവട്ടെ, മക്കയാവട്ടെ, വിവിധ സെൻട്രൽ ഏഷ്യൻ, വെസ്റ്റ് ഏഷ്യൻ രാഷ്ട്രങ്ങളിലെല്ലാം കറങ്ങിത്തിരിയുകയും അവിടെ ആ ഭാഗങ്ങളിലെല്ലാം വിദ്യ അഭ്യസിക്കുകയും പിന്നീട് അവസാനം കൊനിയയിലെത്തിച്ചേരുന്ന ഒരു ചരിത്രമാണ് മൗലാന റൂമിയുടെ ജീവിതത്തിൻ്റെ പകുതിയോളം ഉള്ള ചരിത്രം. ഈ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പിതാവായിരുന്ന ബഹാവുദ്ദീൻ വലദ് ആ ഒരു ബൽഹിലെ തന്നെയും ചുറ്റുപാടുള്ള പ്രദേശത്തിൽ പ്രമുഖനായ പണ്ഡിതനും കൂടിയായിരുന്നു. എല്ലാവരും ആദരിക്കുന്ന ഒരു ആത്മീയ നേതാവും കൂടിയായിരുന്നു അദ്ദേഹം. ഈ ഒരു നേതൃപദവിയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെ ലഭിക്കുന്ന ഈ ആധ്യാത്മികവും വൈജ്ഞാനികവുമായ ഒരു അധ്യാപനം മൗലാന റൂമിയുടെ ജീവിതത്തിൻ്റെ നല്ലൊരു ഗതിയെ നിർണയിക്കുന്നതിൽ വഴിയൊരുക്കിയിട്ടുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല. ഈ യാത്രയിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ വിവിധ പണ്ഡിതന്മാരെ കാണുന്നതും വിവിധ ഭാഗങ്ങളിലുള്ള ഇസ്ലാമിക വൈജ്ഞാനിക വ്യവഹാരങ്ങളുമായി ഇടപെടുന്നതും. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ യാത്ര ഒരുപക്ഷെ ഇന്ന് ലോകം അറിയപ്പെടുന്ന സിൽക്ക് റോഡ് എന്ന് വിളിക്കപ്പെടുന്ന ആ ഒരു ഭാഗത്തൂടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ യാത്രകൾ അധികവും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു യാത്രകളിൽ ബുദ്ധ വിഭാഗങ്ങളുടെയും ഷാമാനിസത്തിൻ്റെയും കൂടുതൽ ഇൻഫ്ലുവൻസ് ഉള്ള പ്രദേശങ്ങളിൽ അതുപോലെ തന്നെ ഇസ്ലാമിലേക്ക് സ്വീകരിച്ചു വരുന്ന പ്രദേശങ്ങളിലൂടെയെല്ലാം ഒരു യാത്രയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ കൊനിയയിലേക്ക് എത്തിച്ചേരുന്നതിന് മുമ്പുള്ള യാത്ര. അതുകൊണ്ട് വിവിധ സംസ്കാരങ്ങളെ പരിചയപ്പെടുന്നതിലും ചെറുപ്പത്തിൽ തന്നെ വിവിധ സംസ്കാരങ്ങളെ പരിചയപ്പെടുന്നതിലും അത് കൂടുതൽ അടുത്തറിയുന്നതിലും ഇദ്ദേഹത്തിൻ്റെ ബൗദ്ധിക വളർച്ചയിൽ കൂടുതൽ സ്വാധീനം ലഭിക്കുന്നതിലേക്കും വഴിയൊരുക്കിയിട്ടുണ്ട് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുതയാണ്. അങ്ങനെയാണ് അവസാനം അദ്ദേഹം ഇവിടെ ബാഗ്ദാദിൽ എത്തിച്ചേരുന്നതും അവിടെയുള്ള നിരവധി പണ്ഡിതന്മാരുമായി അദ്ദേഹം കാണുന്നതും പേർഷ്യൻ ഭാഷ അറിഞ്ഞെങ്കിൽ തന്നെയും പിന്നീട് അറബിയും അതുപോലെ തന്നെ ഗ്രീക്ക് ഭാഷകളുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധമുണ്ടാവുന്നതും ഈ ഭാഷകൾ അറിയുന്നതിലൂടെ അദ്ദേഹത്തിൻ്റെ പിൽക്കാല വൈജ്ഞാനിക വ്യവഹാരങ്ങളിലും ഗദ്യ മേഖലയിലുമെല്ലാം ശക്തമായ ഒരു വിപ്ലവത്തിന്, ഒരു മാധ്യമത്തിന് വഴിയൊരുക്കിയിട്ടുണ്ട് എന്നതും കൂടി ചേർത്ത് മനസ്സിലാക്കേണ്ടതാണ്. മറ്റൊന്ന്, മൗലാന റൂമിയുടെ ഫിഖ്ഹിപരമായ ഒരു സാഹചര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. തുർക്കിക് ഏരിയകളിൽ, സെൻട്രൽ ഏഷ്യൻ, തുർക്കി ഈ ഭാഗങ്ങളിലെല്ലാം ഹനഫി മദ്ഹബിൻ്റെ ശക്തമായ ഒരു സ്വാധീനം നിലനിന്നിരുന്ന ഒരു പശ്ചാത്തലവും കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഫിഖ്ഹി മേഖലകളിൽ, ശരഈ ഫിഖ്ഹി മേഖലകളിലുള്ള അദ്ദേഹത്തിൻ്റെ വൈജ്ഞാനിക സാഹചര്യം ഹനഫി മദ്ഹബിൽ നിന്നാണ് രൂപപ്പെട്ടത് എന്നതും കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, ഇദ്ദേഹത്തിൻ്റെ തിയോളജിക്കലായ ഒരു ഭാഗവും കൂടിയുണ്ട്.
അതായത് മൗലാന റൂമിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കവിതകളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ചിന്തകളെക്കുറിച്ചും മാത്രമല്ല, മൗലാന റൂമി എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ്റെ വാർത്തെടുപ്പിനെ കുറിച്ചും നമ്മൾ ധാരണ ഉണ്ടാവേണ്ടതുണ്ട്. അത് ഫിഖ്ഹി മേഖലകളാണെങ്കിൽ അത് ഹനഫി മദ്ഹബിൽ നിന്ന് രൂപപ്പെട്ട ഒരു വൈജ്ഞാനിക സാഹചര്യം, അതുപോലെ തന്നെ തിയോളജിക്കൽ ഡൈമെൻഷനിൽ അദ്ദേഹത്തിൻ്റെ ഒരു വളർച്ച ആ ഭാഗങ്ങളിലെല്ലാം ശക്തമായിരുന്ന അബൂ മൻസൂർ തിർമിദിയുടെ തിർമിദി ത്വരീഖത്ത് തിയോളജിക്കൽ സ്കൂൾ ഓഫ് തോട്ട് ആയിരുന്നു മൗലാന റൂമിയുടെയും സ്കൂൾ ഓഫ് തോട്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. സാധാരണ ഇസ്ലാമിക ലോകത്ത് ശക്തമായ സ്വാധീനം തേടി മുമ്പുണ്ടായിരുന്ന മുഅ്തസിലി ചിന്തകൾക്ക് ബദലായി രൂപപ്പെട്ട അശ്അരി മദ്ഹബും ഈ രണ്ട് മദ്ഹബുകൾക്കിടയിലും ഒരു മധ്യമ നിലപാട് എന്ന പേര് രൂപപ്പെട്ട മാതുരീദി മദ്ഹബും ഈ സെൻട്രൽ ഏഷ്യൻ ഭാഗങ്ങളിലും തുർക്കിക് ഭാഗങ്ങളിലുമെല്ലാം ശക്തമായ സ്വാധീനവും ഒരു കാലത്ത് ചെലുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ജലാലുദ്ദീൻ ഉമരിയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പിതാവ് ബഹാവുദ്ദീൻ വലതും ജലാലുദ്ദീൻ റൂമിയുടെ മക്കൾ പരമ്പരയിലുമെല്ലാം സ്വാഭാവികമായി മാതുരീദി ഹനഫി മദ്ഹബിൻ്റെ ശക്തമായ സ്വാധീനം നമുക്ക് കാണുവാൻ കഴിയും എന്നത് പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. ഈ രണ്ട് സോഴ്സുകളിലൂടെയാണ് മൗലാന റൂമി എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ്റെ വളർച്ചയും കൂടി ഉണ്ടാവുന്നത്. അത് അദ്ദേഹത്തിൻ്റെ കവിതകളിലൂടെ മാത്രമല്ല, പകരം അദ്ദേഹത്തിൻ്റെ ഈ രചനകളിലും കൂടി, അദ്ദേഹത്തിൻ്റെ ഈ ഫിഖ്ഹി മേഖലകളിലും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ തിയോളജിക്കൽ മേഖലകളിലും കൂടി ഒരുപോലെ രൂപപ്പെടുന്ന ഒരു സാഹചര്യം കൂടി നമുക്ക് ചേർത്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ യാത്രകൾ ഉണ്ടാവുന്നത്. മംഗോൾ ആക്രമണ പശ്ചാത്തലത്തിൽ 1220 ആ ഭാഗത്തിൽ 1220കളിലും 25 പശ്ചാത്തലത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഫാമിലി ബാഗ്ദാദ്, ഹിജാസ് അടക്കമുള്ള വിവിധ ഭാഗങ്ങൾ വരികയും അവസാനം തന്നെ ഇറാൻ്റെ തന്നെ പ്രധാന ഭാഗമായിരുന്ന കറമാൻ ഭാഗത്ത് കുറച്ചു കാലം താമസിക്കുകയും അവിടുന്ന് പിന്നീട് കൊനിയയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നുണ്ട്. ഈ കറമാൻ ഭാഗത്ത് താമസിക്കുന്ന പശ്ചാത്തലത്തിൽ ഇദ്ദേഹത്തിൻ്റെ മാതാവും സഹോദരനും മരിക്കുന്നുണ്ട്. പിന്നീട് അവിടുന്ന് അദ്ദേഹത്തിൻ്റെ വിവാഹം നടക്കുന്നുണ്ട്. യുവാവായിരുന്ന പശ്ചാത്തലത്തിൽ വിവാഹം നടക്കുകയും അവസാനം ഇദ്ദേഹം കൊനിയൻ ഭാഗത്തിലേക്ക് എത്തിച്ചേരുന്ന ഒരു ചരിത്രമാണുള്ളത്. ഈ കൊനിയൻ ഭാഗത്തിൽ എത്തിച്ചേരുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ പിതാവ് ആ ഭാഗത്ത് രണ്ട് തരം ചരിത്ര നിരീക്ഷണങ്ങളാണുള്ളത്. ഒന്ന്, അവിടെ ഉണ്ടായിരുന്ന സെൽജൂക്യൻ ഭരണാധികാരിയായിരുന്ന അലാവുദ്ദീൻ കൈക്കുബാദ് ഇദ്ദേഹത്തെ ക്ഷണിച്ചതാണ് എന്ന് പറയുന്ന ഒരു ചരിത്രം കാണാം. അതല്ല, അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടത്തിൽ ഇവരവിടെ എത്തിച്ചേർന്നതാണ് എന്ന് പറയുന്ന മറ്റൊരു ചരിത്രവും കാണാൻ കഴിയും. സ്വാഭാവികമായും പണ്ഡിതനായിരുന്ന ബഹാവുദ്ദീൻ വലദിനെ അവിടുത്തെ മദ്രസാധ്യാപകനായി നിയമിതനാവുകയും പിന്നീട് ഇദ്ദേഹത്തിൻ്റെ മരണശേഷം അവിടുത്തെ ആ ഒരു മദ്രസ പിതാവിൻ്റെ വിടവ് നികത്തുന്ന എന്ന രീതിയിൽ ജലാലുദ്ദീൻ റൂമി ആയി മാറുന്ന ഒരു ചരിത്ര പശ്ചാത്തലവും കൂടി ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ പിതാവിനെ പോലെ തന്നെ മൗലാന റൂമിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഉസ്താദാണ് ബുർഹാനുദ്ദീൻ മുഹഖിഖ് തിർമിസി എന്ന് വിളിക്കപ്പെടുന്ന മറ്റൊരു പണ്ഡിതൻ, ബുർഹാനുദ്ദീൻ മുഹഖിഖ് തിർമിദി. ഈ മുഹഖിഖ് തിർമിദിയാണ് ബഹാവുദ്ദീൻ വലതിനു ശേഷം മൗലാന റൂമിയുടെ ആധ്യാത്മിക, ശരിയാത്ത്, വൈജ്ഞാനിക വ്യവഹാര മേഖലകളിൽ ശക്തമായൊരു വഴി കാണിച്ചു കൊടുത്തത് എന്ന് നമുക്ക് ചരിത്രത്തിൽ കൂടി വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വസ്തുതയാണ്. പിന്നീട് ഇദ്ദേഹത്തിൻ്റെ മരണശേഷം 1240കളിൽ ഇദ്ദേഹം മരണപ്പെടുകയും ആ ഭാഗത്തെ മുദരിസായി, ഉസ്താദായി ഇദ്ദേഹം അവിടെ നിയമിക്കപ്പെടുകയുമാണ് ചെയ്യുന്നത്. പിന്നീടാണ് ഏകദേശം 1244 ആ പശ്ചാത്തലത്തിലാണ് ഷംസുദ്ദീൻ തിബരീസി എന്ന് വിളിക്കപ്പെടുന്ന ഒരു സൂഫി പണ്ഡിതനുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധമുണ്ടാവുന്നത്. അദ്ദേഹം അവിടെ വരികയും അദ്ദേഹവുമായി കണ്ടുമുട്ടുകയും പിന്നീട് അദ്ദേഹത്തിൻ്റെ ശിഷ്യത്വം സ്വീകരിക്കുകയും ഏകദേശം 1248 വരെ ഒരു 4 വർഷക്കാലോളം ഷംസുദ്ദീൻ തിബരീസിയുമായിട്ടുള്ള ആത്മീയ വൈജ്ഞാനിക ബന്ധം നിലനിർത്തുകയും അവസാനം 48 അല്ലെങ്കിൽ 47 1247 48 ഇദ്ദേഹത്തിൻ്റെ ഒരു വിയോഗം സംഭവിക്കുന്നുണ്ട്. അദ്ദേഹം കാണാതെ പോയെന്നാണ് അദ്ദേഹത്തിൻ്റെ അവിടുത്തെ സാഹചര്യത്തിൽ നിന്ന് അദ്ദേഹം മാറിപ്പോയെന്നാണ് ഒരു പക്ഷം പറയുന്നത്. ഒരു ഓറിയന്റലിസ്റ്റ് വായനയിൽ പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ തന്നെ മകൻ സുൽത്താനുൽ വലദ് അദ്ദേഹത്തിൻ്റെ പ്രേരണയാൽ
ഈ ഷംസുദ്ദീൻ തബ്രീസിനെ വധിച്ചതാണെന്ന് പറയുന്ന ഒരു ആക്ഷേപവും കൂടി ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. കാരണം ആ ഒരു ആക്ഷേപത്തിന് ഈ ചരിത്രകാരന്മാർ മുന്നോട്ട് വെക്കുന്നത് ഇദ്ദേഹം ഷംസുദ്ദീൻ തബ്രീസിയുടെ സാന്നിധ്യത്തോടു കൂടി ബാക്കിയുള്ള ബാക്കിയുള്ള കാര്യങ്ങളിലും ഒരു വിമുഖത പ്രകടിപ്പിക്കുന്ന റൂമിയാണ് അവർ കാണുന്നതും അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ അദ്ദേഹത്തെ ഈ ഷംസുദ്ദീൻ തബ്രീസിയോട് വിദ്വേഷമുണ്ടാവുകയും അതിൻ്റെ പേരിലാണ് വധം നടക്കുകയും ചെയ്യുന്നത് എന്ന് പറയുന്നൊരു വായനയുണ്ട്. പക്ഷേ എന്നാൽ ഈ ഒരു ചരിത്രത്തെ തുർക്കിക് ചരിത്രകാരന്മാർ അതല്ലെങ്കിൽ റൂമിയുടെ ചരിത്രകാരന്മാർ നിഷേധിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. സ്വാഭാവികമായും എന്തു തന്നെയാണെങ്കിലും ഷംസുദ്ദീൻ തബ്രീസിയുടെ വിയോഗം ഉണ്ടാവുകയും അദ്ദേഹം മരണപ്പെടുകയും വധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. ഇതിന് ശേഷമാണ് ഒരുപക്ഷെ മൗലാന റൂമിയുടെ ഗദ്യ പദ്യ മേഖലകളിലേക്കുള്ള ഒരു വളർച്ച സംഭവിക്കുന്നത്. അവിടെയാണ് അദ്ദേഹം ഷംസുദ്ദീൻ ദീവാനെ കബീർ എന്ന് വിളിക്കപ്പെടുന്ന ദീവാനെ ഷംസ് തബ്രീസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ രചന ഉണ്ടാവുന്നത്. ആ രചനയിൽ തന്നെ ധാരാളം നീണ്ട കവിതകൾ അദ്ദേഹത്തിൻ്റെ ചിന്തകൾ മുഴുവനും അതിൽ ഒടുങ്ങിയിരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ വേറെയും നിരവധി രചനകൾ പിന്നീട് ഉണ്ടാവുന്നതായും നമുക്ക് കാണുവാൻ കഴിയും. ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ശിഷ്യഗണങ്ങളിൽ ഒരാളായ ഹുസാമുദ്ദീൻ ജലബി എന്ന് വിളിക്കപ്പെടുന്ന ശിഷ്യൻ, സുഹൃത്തും ശിഷ്യനും കൂടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹം നിർദ്ദേശിക്കുന്നത് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന ജലാലുദ്ദീൻ റൂമിയെ തന്നെ ശക്തമായി സ്വാധീനിച്ച അത്താർ നിഷാപൂരിയെ പോലുള്ള സനായിയെ പോലുള്ള പ്രധാനപ്പെട്ട പേർഷ്യൻ സൂഫി പണ്ഡിതന്മാർ അവരുടെ രചനകൾ കമ്പൈൽ ചെയ്തതുപോലെ, അവരുടെ രചനകൾ ബുക്ക് രീതിയിൽ ആക്കിയതുപോലെ തന്നെ മൗലാന റൂമിയും അങ്ങനെ ചെയ്യേണ്ടതുണ്ട് എന്ന് പറയുന്ന ഒരു നിർദ്ദേശം ഈ ഹുസാമുദ്ദീൻ ചലബ് മുന്നോട്ട് വെക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഇദ്ദേഹം മസ്നവി വർഷങ്ങൾ ഏകദേശം കുറേ 7ഓളം വർഷങ്ങൾ എടുത്തു എന്നൊക്കെയാണ് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നത്. ധാരാളം വർഷങ്ങൾ ഇരുന്നു കൊണ്ട് തന്നെ അദ്ദേഹം ഈ മസ്നവി ഒരു കമ്പൈൽ രൂപത്തിലേക്കാക്കി മാറ്റുകയും ഈ മസ്നവിയാണ് പിന്നീട് പേർഷ്യൻ തുർക്കിക് സാഹിത്യ മേഖലകളിൽ അവിടെ തന്നെ ഒരു ഇസ്ലാമിക പണ്ഡിതന്മാരുടെ വൈജ്ഞാനിക സംഭാവനകൾ എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയകരമായി മാറിയ രചന. ഒരു പക്ഷേ കുറച്ചു ഒരു അതിശയോക്തി എന്ന നിലയിൽ പോലും തോന്നുന്ന പേർഷ്യൻ സാഹിത്യത്തിലെ ഖുർആൻ എന്ന തരത്തിൽ പോലും ആൾക്കാർ ഈ രചനയെ മസ്നവിയെ വായിക്കുന്നു എന്ന തരത്തിലേക്ക് പോലും എത്തിച്ചേർന്നതായും നമുക്ക് കാണുവാൻ കഴിയും. ഇതാണ് മസ്നവിയുടെ ഒരു രൂപീകരണത്തിന്, അതിൻ്റെ ഒരു ഉടലെടുപ്പിന് കാരണമായി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വസ്തുത. ഇതെല്ലാം തന്നെ മൗലാന റൂമിക്ക് വേറെയും രചനകൾ നമുക്ക് കാണുവാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ പോയട്രി ഇത് അല്ലാതെ തന്നെ ഇദ്ദേഹത്തിൻ്റെ കുറച്ച് പ്രോസും കൂടി നമുക്ക് കാണുവാൻ കഴിയും. അതിൽ പ്രധാനമായും കിതാബും ഫി മാഫിഹി എന്ന് പറയുന്ന രചനയാണ്. കിതാബും ഫി മാഫിഹിൽ അദ്ദേഹത്തിൻ്റെ കൂടുതലുള്ളത് അദ്ദേഹത്തിൻ്റെ പിന്നീട് ശിഷ്യഗണങ്ങൾ കമ്പൈൽ ചെയ്ത അദ്ദേഹത്തിൻ്റെ ലെക്ചറുകളാണ്. ഒരു പക്ഷേ മൗലാന റൂമിയുടെ ഇസ്ലാമിക വൈജ്ഞാനിക വ്യവഹാരങ്ങൾ കൂടുതൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഈ കിതാബും ഫി മാഫിയിലാണ്. അതിന് ഒരുതരം മിസ്റ്റിക് സ്വഭാവമുണ്ട്. അതുപോലെ തന്നെ തൗഹീദിനെ കുറിച്ചുള്ള വർത്തമാനങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചും ബാക്കിയുള്ള ഇസ്ലാമിക ആത്മീയധാരയെക്കുറിച്ചുമുള്ള ആഴത്തിലുള്ള ഇന്നർ മീനിങ്ങുകൾ അടങ്ങുന്ന നിരവധി രചനകൾ, നിരവധി ചിന്തകൾ നമുക്ക് കിതാബും ഫി മാഫിഹിയിൽ കാണുവാൻ കഴിയും. അത് മലയാളത്തിലേക്ക് പോലും പിൽക്കാലത്ത് ഈ അടുത്ത് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതായി നമുക്ക് കാണാം. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു രചനയാണ് മജാലിസ് സബ. ഇപ്പോൾ മൗലാന റൂമിയുടെ പ്രധാനപ്പെട്ട 7 ലെക്ചറുകളുടെ ഒരു കളക്ഷനാണ് മജാലിസ് സബ. ഈ രചനയിൽ അദ്ദേഹം ഖുർആനിനെ കുറിച്ചും അതുപോലെ തന്നെ ഹദീസ്, ഖുർആൻ, പേർഷ്യൻ പോയട്രി അടക്കമുള്ള നിരവധി വിഷയങ്ങൾ അദ്ദേഹം ഈ രചനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ഈ രചനയിൽ അദ്ദേഹത്തിൻ്റെ തന്നെ ഉസ്താദുമാരെ കണക്ക് കൂട്ടുന്ന അത്താറിൻ്റെയും സനായിയുടെയും ചിന്തകളെയും കൂടി അദ്ദേഹം മജാലിസ് സഭയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതായി കാണുവാൻ കഴിയും. മറ്റൊരു ഭാഗമാണ് അദ്ദേഹത്തിൻ്റെ മക്കാത്തീബ് അല്ലെങ്കിൽ മക്തൂബാത്ത്, ഇദ്ദേഹത്തിൻ്റെ സന്ദേശങ്ങൾ, കത്തുകൾ. അദ്ദേഹത്തിൻ്റെ ഫാമിലി ആവട്ടെ, അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികളാവട്ടെ, അദ്ദേഹവുമായി അടുത്ത് നിൽക്കുന്ന ക്ലോസ് സർക്കിളുള്ള വിവിധ ആൾക്കാർക്ക് അയച്ചു കൊടുത്ത ലെറ്ററുകളുടെ കളക്ഷൻ. ഇതും
പേർഷ്യൻ സാഹിത്യ, തുർക്കിക് പേർഷ്യൻ സാഹിത്യ മേഖലകളിലും അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ആത്മീയമായ ചിന്താധാരകളുടെയും ഒരു റെഫറൻസായി മക്കാത്തീബ് അല്ലെങ്കിൽ മക്തൂബാത്തായും മാറുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഇതാണ് മൗലാന റൂമിയുടെ പ്രധാനപ്പെട്ട രചനകൾ. ഇവിടെ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ചിന്തകളെക്കുറിച്ചുള്ള സംസാരം തുടങ്ങുന്നത്. പൊതുവെ ഇസ്ലാമിക ലോകത്ത് മൗലാന റൂമി അല്ലെങ്കിൽ ഇസ്ലാം, മുസ്ലിം, ജനറലായി പൊതു ലോകത്തും മൗലാന റൂമി അറിയപ്പെടുന്ന ഒരു കവി എന്ന നിലയിലാണ്. അത് പ്രണയത്തെക്കുറിച്ച്, അനുരാഗത്തെക്കുറിച്ച് കൂടുതൽ വാഴ്ത്തുന്ന, ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെടുന്ന, സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഒരു കവി എന്ന നിലയിലാണ് മൗലാന റൂമിയെ പൊതുലോകം കാണുന്നത്. ഇതിൽ നിന്ന് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഉടലെടുക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ചിന്തകളിലൂടെ, ഇദ്ദേഹത്തിൻ്റെ കവിതയാവട്ടെ ഗദ്യങ്ങളാവട്ടെ, അതിൽ നിന്ന് ഇസ്ലാമിനെ എടുത്ത് പിഴുതു മാറ്റുകയും വെറും ഒരു ഭൗതികമായ അല്ലെങ്കിൽ ഒരു അനുരാഗത്തെയും ഒരു ഉപരിപ്ലവമായ അനുരാഗത്തെക്കുറിച്ച് മാത്രം സംസാരിക്കുന്ന ഒരു കവിയായി ചിത്രീകരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ചിന്തകളിൽ നിന്ന് ഇസ്ലാം പിഴുതു മാറ്റപ്പെട്ട ഒരു സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത്. ഒരു പക്ഷേ തന്നെ ഇസ്ലാമിക ലോകത്ത് മൗലാന റൂമിയെക്കുറിച്ച് കൂടുതൽ സംസാരിച്ച ഒമിത് സാഫിനെ പോലുള്ള പണ്ഡിതന്മാർ ഇദ്ദേഹത്തിൻ്റെ രചനകളെ ട്രാൻസ്ലേറ്റ് ചെയ്ത, ഇംഗ്ലീഷിലേക്ക് ബാക്കിയുള്ള മറ്റുള്ള ഭാഷകളിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്ത ആൾക്കാർ ഇദ്ദേഹത്തിൻ്റെ ചിന്തകളിൽ നിന്ന്, കവിതകളിൽ നിന്ന് ഇസ്ലാമിൻ്റെ, ദീനിൻ്റെ, ശരിയാത്തിൻ്റെ അതിനെ സ്വീകരിക്കേണ്ട ഒരു സാധ്യതയും ദീനിൻ്റെ സാധുതയും ഇദ്ദേഹം മൗലാന റൂമി നൽകിയ ഇസ്ലാമിൻ്റെ ഒരു സുപ്രീമസിയെയും അതിനെ എടുത്തു മാറ്റി ഒരു വെറും ഉപരിവിപ്ലവമായ പ്രണയത്തെക്കുറിച്ച് മാത്രം സംസാരിക്കുന്ന ഒരു സാഹചര്യം ഒമിത് സാഫി ചിത്രീകരിക്കുന്ന നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒമിത് സാഫിയുടെ രചനകളിൽ ഇദ്ദേഹം പറയുന്നത് മൗലാന റൂമി ഈമാൻ എന്നും കുഫർ എന്നും വിളിക്കപ്പെടുന്ന ഭാഗങ്ങളിൽ അതെടുത്ത് മാറ്റുകയും അതിന് പകരം ഇങ്ങനെയുള്ളവർ ചെയ്തത് ഒരു സ്നേഹത്തെക്കുറിച്ചും ഇഗ്നോറൻസിനെ കുറിച്ചുമുള്ള പദങ്ങൾ മാത്രം ഉപയോഗിക്കുന്ന ഒരു സാഹചര്യമാണ് ഇങ്ങനെയുള്ളവർ ചെയ്തതെന്ന് ഒമിത് സാഫി അദ്ദേഹത്തിൻ്റെ രചനയിൽ പറയുന്നുണ്ട്. മൗലാന റൂമിയുടെ രചനകളെ തന്നെ അമേരിക്കൻ, ഇംഗ്ലീഷ് ഭാഷകളിലേക്ക് കൂടുതൽ പോപ്പുലാരിറ്റി നൽകിയ ബാർക്സിനെ പോലുള്ള ആൾക്കാർ സ്വാഭാവികമായും പ്രധാനമായും ഇദ്ദേഹത്തിൻ്റെ ചിന്തകളിൽ നിന്ന് ഇസ്ലാമിനെ എടുത്തു കളഞ്ഞതായും ഈ പുതിയ പഠനങ്ങളിൽ കൂടി നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു വസ്തുതയുണ്ട്. അതുപോലെ തന്നെ നിക്കോൾസൺ ആവട്ടെ, ആർബറി ആവട്ടെ, ആൻമേരി ഷീമലിനെ പോലുള്ള ഒരുപാട് പണ്ഡിതന്മാർ, ഓറിയന്റിസ്റ്റ് പണ്ഡിതന്മാർ ഇദ്ദേഹത്തിൻ്റെ ചിന്തകളെ കൂടുതൽ വെസ്റ്റേൺ ലോകത്തേക്ക് എത്തിച്ചെങ്കിൽ പോലും പക്ഷേ ഇങ്ങനെയുള്ളവരെക്കാളും കൂടുതൽ ബാർക്സിൻ്റെ ട്രാൻസ്ലേഷനാണ് ഒരു 19th 20th സെഞ്ചുറിയിലെ ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് ലോകത്തേക്ക് കൊണ്ടെത്തിക്കുന്നത്. പക്ഷേ ആ രചനകളിൽ തന്നെ ഇസ്ലാമിൻ്റെ ഏകദേശം എല്ലാ സത്തയെയും മാറ്റിക്കൊണ്ട് വെറും പ്രണയം എന്ന രീതിയിലേക്ക് ചിത്രീകരിക്കുന്ന ഒരു സാഹചര്യമാണ് ബാർക്സിൻ്റെ ട്രാൻസ്ലേഷൻ തന്നെ ഉള്ളത്. അദ്ദേഹത്തിൻ്റെ ലാംഗ്വേജ്, അതായത് ഒരു ലിംഗ്വിസ്റ്റിക് സ്റ്റഡി എന്ന നിലയിൽ പോലും അതിൻ്റെ ഒരു ആധ്യാത്മികമായ ഒരു തൗഹീദിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചിന്തകളെ മാറ്റി വെറും ഒരു പ്രണയത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന ട്രാൻസ്ലേഷനാണ് ബാർക്സിനെ പോലുള്ളവർ ചെയ്തതെന്ന് ഒമിത് സാഫി ചിത്രീകരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതായത് അതിൻ്റെ ഒരു മതകീയ ഭാഷ പോവുകയും വെറും സ്പിരിച്വൽ എന്ന നിലയിൽ പൊതുവെ യൂറോപ്യൻ ലോകത്ത് പരിചിതമായ ഒരു ആധ്യാത്മികതയെ വാഴ്ത്തുന്ന ഒരാൾ എന്ന നിലയിലേക്ക് മൗലാന റൂമി മാറ്റപ്പെട്ടതും ഈ ബാർക്സിനെ പോലുള്ള ആൾക്കാരുടെ ട്രാൻസ്ലേഷനിലൂടെയാണെന്ന് നമുക്ക് ചരിത്രത്തിൽ ഇങ്ങനെയുള്ള നിരൂപണങ്ങൾ നോക്കുമ്പോൾ വായിക്കാൻ കഴിയുന്ന ഒരു വസ്തുതയാണ്. അതുപോലെ തന്നെ മൗലാന റൂമി ഇദ്ദേഹത്തിൻ്റെ ഇസ്ലാമിക ചിന്തകളെ കുറിച്ച് നോക്കുമ്പോൾ നിരവധി തൗഹീദിനെ കുറിച്ചുള്ള വർത്തമാനങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. മൗലാന റൂമി പറയുന്നത് ദാവേ ഇഷ്ക് കർദൻ ആസാനസ്ത് ലാക്കിൻ ഓൺറ ദലീലോ ബുർഹാനസ്ത്. മൗലാന റൂമി പറയുന്നത് ഇഷ്ക് എന്നത് ഞാൻ പ്രണയത്തിലാണ്. അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പേർഷ്യൻ സാഹിത്യ മേഖലയിൽ പ്രത്യേകിച്ച് തസ്വൂഫിൻ്റെ രചനകളിൽ ഇഷ്ക് എന്നത് 2 തരത്തിലാണ് വിശദീകരിക്കപ്പെടുന്നത്. ഒന്ന് ഇഷ്കെ ഹഖീഖി, രണ്ടാമത് ഇഷ്കെ മജാസി. ഇഷ്കെ ഹഖീഖി എന്നത്
അള്ളാഹുമായിട്ടുള്ള പ്രണയത്തെക്കുറിച്ചിട്ടുള്ള, അതാണ് യഥാർത്ഥ പ്രണയം എന്ന നിലയിൽ അള്ളാഹുമായിട്ടുള്ള പ്രണയത്തെക്കുറിച്ചിട്ടുള്ളതാണ് ഇഷ്കെ ഹഖീഖി. രണ്ടാമത് ഇഷ്കെ മജാസി, അതൊരു മെറ്റഫറിക് ഉപമാലങ്കാരങ്ങളിലൂടെയുള്ള ഭൗതികമായ ജീവജാലങ്ങളെയും മനുഷ്യന്മാരെ ഉപയോഗിച്ചുകൊണ്ട് എന്നാൽ ഉപമകളിലൂടെ പടച്ചവനിലേക്ക് എത്തുന്ന പ്രണയത്തെയാണ് ഇഷ്കെ മജാസി എന്ന് വിളിക്കുന്നത്. ഈ രണ്ട് രൂപങ്ങളും രീതികളും മൗലാന റൂമിയും മുൻകാല സൂഫി പണ്ഡിതന്മാരെ പോലെ, കവികളെ പോലെ അദ്ദേഹത്തിൻ്റെ രചനകളിലും ഉപയോഗിച്ചതായി നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹം പറയണത്, അള്ളാഹുമായിട്ടുള്ള ഇഷ്ക് കർദൻ, ദാവേ ഇഷ്ക് കർദൻ, ഞാൻ പ്രണയത്തിലാണ് എന്ന് വാദിക്കുന്നത് ആസാനസ്, വളരെ എളുപ്പമാണ്. ലാക്കിൻ ഓൺ റ ദലീലോ ബുർഹാനസ്, പക്ഷെ അതിന് തെളിവെവിടെ, ദലീലും ബുർഹാനും വേണം എന്നാണ് മൗലാന റൂമി പറയുന്നത്. അതായത് അള്ളാഹുമായിട്ടുള്ള പ്രണയത്തിന് ദലീൽ എന്ന് പറയുന്നത് ശരിയാത്ത് എന്നാണ് മൗലാന റൂമി അദ്ദേഹത്തിൻ്റെ മജാലിസ് സഭയിലൊക്കെ വിശദീകരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് തന്നെ ശരീഅത്തില്ലാത്ത, ശരീഅത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ചിന്തയെക്കുറിച്ചിട്ടാണ് മൗലാന റൂമി സംസാരിച്ചതെന്ന് അദ്ദേഹത്തിൻ്റെ രചനകളിൽ കൂടി കടന്നു പോകുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു വസ്തുതയാണ്. അതുപോലെ മൗലാന റൂമിയുടെ രചനകൾ നിരവധി ചിന്തകൾക്ക് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ചുള്ള, മനുഷ്യാവകാശങ്ങളെക്കുറിച്ചും മനുഷ്യന് ലഭിക്കേണ്ട ഡിഗ്നിറ്റിയെക്കുറിച്ചും മൗലാന റൂമി നിരവധി ഭാഗങ്ങളിൽ സംസാരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് തന്നെ അദ്ദേഹം മനുഷ്യനോട് ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചാണ് അദ്ദേഹം സ്വീകരിക്കുന്നത്. മനുഷ്യൻ എന്ന നിലയിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട റോൾ അവൻ ഭൂമിയിൽ വഹിക്കാനുണ്ട് എന്ന് മൗലാന റൂമി അദ്ദേഹത്തിൻ്റെ രചനകളിൽ കൂടി പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ വളരെയധികം പ്രത്യേകം നമുക്ക് എടുത്തു പറയേണ്ടത്, മൗലാന റൂമി ഒരു ഹ്യൂമൻ ഡിഗ്നിറ്റി, ഒരു മനുഷ്യനുള്ള അഭിമാനത്തെക്കുറിച്ച് സംസാരിക്കുന്നത് കാണുവാൻ കഴിയും. പൊതുവേ മുൻകാല സൂഫികളെല്ലാം മനുഷ്യനെ ഒരു ചെറിയ ബിന്ദുവായി, പ്രപഞ്ചത്തിലെ ഒരു ചെറിയ ബിന്ദുവായി പരാമർശിക്കുമ്പോൾ മൗലാന റൂമി പ്രപഞ്ചത്തിലെ തന്നെ ഒരു വലിയ ബിന്ദു തന്നെയാണ്, ചെറുതല്ല, വളരെ നിയതമായ ഉത്തരവാദിത്തങ്ങൾ നിർണയിക്കേണ്ട ഒരു ജീവനാണ് മനുഷ്യൻ എന്ന രീതിയിൽ മൗലാന റൂമി വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വലക്കത് കറംന ബനി ആദം പോലുള്ള ആയത്തുകളിൽ നിന്ന് ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ഭൂമിയിലുള്ള ഏറ്റവും കൂടുതൽ റെസ്പെക്റ്റ് ചെയ്യപ്പെടേണ്ട, ഓണറബിൾ ആയ ഒരു സൃഷ്ടിയാണ് മനുഷ്യനെന്നും അദ്ദേഹം ചിത്രീകരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, ഭൂമിയിലും അത് സ്വർഗങ്ങളിലും ആകാശങ്ങളിലും ഏറ്റവും വാല്യൂ ഉള്ളത് ആർക്കാണ്? അത് മനുഷ്യനാണ്. പക്ഷെ മനുഷ്യൻ സ്വന്തം അവൻ്റെ വാല്യൂ തിരിച്ചറിയുന്നില്ല എന്ന് മൗലാന റൂമി അദ്ദേഹത്തിൻ്റെ രചനകളിൽ കൂടി പറയുന്നുണ്ട്. അതുപോലെ തന്നെ മനുഷ്യനെ അദ്ദേഹത്തിൻ്റെ ഫോക്കസ് ആക്കി മാറ്റുന്നുണ്ട്. മൗലാന റൂമി പറയുന്നത്, ഈ പ്രപഞ്ചത്തിൻ്റെ തന്നെ ഒരു ട്രഷറാണ് നീ, അതായത് മനുഷ്യൻ. അതുകൊണ്ട് തന്നെ നീ സ്വയം തിരിച്ചറിയേണ്ടതുണ്ട് എന്ന് മൗലാന റൂമി അദ്ദേഹത്തിൻ്റെ മനുഷ്യനെക്കുറിച്ചുള്ള ചിന്തകളിൽ പറയുന്നത് കാണുവാൻ കഴിയും. പിന്നെ ഒരിക്കൽ മൗലാന റൂമി പറയുന്നത്, മനുഷ്യൻ്റെ ഒരു സൃഷ്ടിനെ കുറിച്ച് തന്നെ പറയുന്നത്, ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിക്ക് തന്നെ പ്രധാനപ്പെട്ട ലക്ഷ്യം മനുഷ്യനാണെന്നുള്ളതാണ്. കാരണം മനുഷ്യന് ജീവിക്കുക എന്നുള്ള അർത്ഥത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ചിന്തയെ കൊണ്ടെത്തിക്കുന്നത് കാണുവാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ പ്രപഞ്ചം, മനുഷ്യനില്ലെങ്കിൽ പ്രപഞ്ചമില്ല. അതായത് മനുഷ്യനെ കേന്ദ്രബിന്ദുവാക്കുന്ന ചിന്തകൾ മൗലാന റൂമി മുന്നോട്ട് വെക്കുന്നുണ്ട്. മറ്റൊന്ന് ഒരു യൂണിറ്റിയെ കുറിച്ചിട്ടാണ്. അതായത് സ്വാഭാവികമായും ഇവിടെ യൂണിറ്റിയെക്കുറിച്ച് പറയുമ്പോൾ വഹദത്തുൽ വുജൂദ് പോലുള്ള ചിന്തകൾ മുന്നിൽ വരുന്നത് കാണുവാൻ കഴിയും. മൗലാന റൂമി അടക്കമുള്ള, അല്ലെങ്കിൽ അതിന് മുമ്പുണ്ടായിരുന്ന ഇബ്നു അറബി, അതിൻ്റെ മുമ്പുണ്ടായിരുന്ന ഹല്ലാജി യൂസുഫ്, അതുപോലെ തന്നെ ബായസീദ് ബിസ്താമി എന്നിവർ പോലുള്ള രചനകളിൽ ഇവർ അധികവും ഈ വഹദത്തുൽ വുജൂദ് എന്ന് പറയുമ്പോൾ ഒരു എക്സ്പ്രഷനാണ്. അതായത് അവരുടെ ഒരു ആവിഷ്കാര രീതി എന്ന നിലയിലാണ് പ്രണയത്തെ കാണുന്നത്. അള്ളാഹുമായിട്ടുള്ള പ്രണയം, നഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ് എന്ന് പറയുന്ന ആശയങ്ങളിൽ എടുത്തുകൊണ്ട് അള്ളാഹുമായിട്ടുള്ള, എൻ്റെ മനസ്സിൽ അള്ളാഹു ഉണ്ട്, എവിടെയും അള്ളാഹു നിറഞ്ഞു നിൽക്കുന്നു, ആ ഒരു ലയനത്തെയാണ്, പ്രണയാർത്ഥമായ ഒരു മെറ്റഫറിനെയാണ് ഇവർ ആദ്യകാലങ്ങളിൽ വഹദത്തുൽ വുജൂദ് എന്ന് ഉദ്ദേശിച്ചതെന്ന് ഒരുപക്ഷെ അവരുടെ രചനകളിൽ കൂടി പോകുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. പക്ഷെ പിൽക്കാലത്ത് സ്വാഭാവികമായും അത് മാറ്റപ്പെടുകയും അതൊരു അദ്വൈത ഫിലോസഫിക്ക് സമാനമായ ചിന്താധാരയിലേക്ക്
രൂപത്തിലേക്ക് അത് മാറ്റപ്പെടുകയും ചെയ്തു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് സയ്യിദ് അഹമ്മദ് സർഹിന്ദിനെ പോലുള്ള ആൾക്കാർ വഹദത്തുൽ വുജൂദ് അല്ല, വഹദത്തുൽ ഷുഹൂദാണ് വേണ്ടത് എന്ന രീതിയിൽ പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയും. കാരണം മൗലാന റൂമിയുടെ പ്രധാനപ്പെട്ട രചനകളിലൊന്നായ കിതാബ് ഫി മാഫിയിലുള്ള ഒരു ഭാഗമാണ് നാലേന എന്ന് വിളിക്കപ്പെടുന്ന ഒരു ഭാഗം. അതായത് ഓടക്കുഴലിൻ്റെ രോദനം എന്ന് നമുക്ക് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാം. നാലേന എന്ന് പറയുമ്പോൾ ലേന എന്ന് പറഞ്ഞാൽ ഓടക്കുഴലിൻ്റെ നാദം എന്ന രോദനം എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ വരികളിൽ അദ്ദേഹം പറയുന്നത്, അതായത് ഒരു ബാമ്പുവിൽ നിന്നും മുളന്തണ്ടിൽ നിന്ന് വെട്ടി ഓടക്കുഴൽ ഉണ്ടാക്കുകയാണല്ലോ ചെയ്യുന്നത്. സ്വാഭാവികമായും അത് ഊതുമ്പോൾ കേൾക്കുന്നവർക്ക് സൗന്ദര്യമായി മാറുന്നു എന്നുള്ളതാണ് നമ്മൾക്ക് അനുഭവപ്പെടുക. മൗലാന റൂമി അത് പറയുന്നത്, നിങ്ങൾക്ക് എൻ്റെ ശബ്ദം സംഗീതാർദ്രമായാണ് തോന്നുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ ഞാൻ കരയുകയാണ്. നിങ്ങൾ എൻ്റെ അസിലിലേക്ക്, എൻ്റെ യഥാർത്ഥ കേന്ദ്ര ബിന്ദുവിലേക്ക് മടക്കിക്കൊണ്ട് പോവുക, അതാണ് വേണ്ടത് എന്ന് ഞാൻ കരയുകയാണ് എന്നുള്ളതാണ് ഈ നാലേന ഓടക്കുഴലിൻ്റെ രോദനത്തിൽ കൂടി മൗലാന റൂമി പറയുന്നത്. അതായത് ഇതിൻ്റെ അർത്ഥമെന്നത് വേർപെട്ടു പോയ ഒരു അടിമയെ തിരിച്ചു കൊണ്ടുപോവുക, അള്ളാഹുവിലേക്ക് അവൻ്റെ നിർണിതമായ ഒരു പശ്ചാത്തലത്തിൽ ബന്ധം വിട്ടുപോയ അടിമ അവൻ്റെ ഉടമയിലേക്കുള്ള തിരിച്ചുള്ള ലയനത്തെയാണ് അദ്ദേഹം ഓടക്കുഴലിൻ്റെ രോദനം എന്നുള്ള കവിതയിൽ കൂടി മുന്നോട്ട് വെക്കുന്നത്. ഇങ്ങനെ അദ്ദേഹം പറയണത് ഈ ഒരു തരത്തിലുള്ള അള്ളാഹുമായി ചേർന്ന് നിൽക്കുന്ന ഒരു ബന്ധത്തെക്കുറിച്ചിട്ടാണ് മൗലാന റൂമി സംസാരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ അദ്ദേഹത്തെ മരണത്തെക്കുറിച്ചുള്ള ചിന്തകളും അദ്ദേഹം ഈ കാര്യം പറയുന്നുണ്ട്. മൗലാന റൂമി പറയുന്നത്, മരണം എന്നത് അതൊരു എൻഡല്ല, അതൊരു സെപ്പറേഷൻ അല്ല. മരണം എന്നത് ഇനി വരാൻ പോകുന്ന സന്തോഷാർദ്രമായ ഒരു കൂടിക്കാഴ്ചയ്ക്കുള്ള വേളയാണ് മരണം എന്ന് അദ്ദേഹത്തിൻ്റെ കവിതയിൽ കൂടി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, എൻ്റെ മക്ബറയിൽ നിങ്ങൾ എഴുതി വെക്കേണ്ടതുണ്ട്, ആരെങ്കിലും ഇതിനെ കാണാൻ വരുമ്പോൾ കരഞ്ഞുകൊണ്ടല്ല, ഡ്രം കൊട്ടിക്കൊണ്ട് സന്തോഷം കൊണ്ടാണ് നിങ്ങൾ വരേണ്ടത് എന്ന് മൗലാന റൂമി പറയുന്നുണ്ട്. അതായത് മരണം എന്നുള്ളത് ഒരടിമയെ സംബന്ധിച്ചിടത്തോളം ദുഃഖമല്ല, പകരം അള്ളാഹുവിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു കർട്ടൻ, ചെറിയൊരു നേരിയ കർട്ടൻ മാത്രമാണ് എന്ന് മൗലാന റൂമി ആ ഒരു മരണത്തെ സംബന്ധിച്ച് പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയും. സ്വാഭാവികമായും ഇതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്കും കൂടി ഒന്ന് നോക്കേണ്ടതുണ്ട്. മൗലാന റൂമി മരിക്കുമ്പോൾ ചരിത്രകാരന്മാർ പറയുന്നത്, ക്രിസ്ത്യാനികൾ ഞങ്ങളുടെ യേശുവാണ്, ജീസസ് ആണ് മരിച്ചത് എന്ന് പറഞ്ഞത്രേ. അതുപോലെ തന്നെ യഹൂദന്മാർ ഞങ്ങളുടെ മോസസ് ആണ് മരണപ്പെട്ടത് എന്നും പറഞ്ഞത്രേ എന്ന രീതിയിലുള്ള ചരിത്രങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. സ്വാഭാവികമായും മൗലാന റൂമി അദ്ദേഹത്തിൻ്റെ ചിന്തകളിലൂടെ, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ ആ ഒരു സാഹചര്യത്തിൽ ഉണ്ടാക്കിയെടുത്ത ഒരു ബന്ധത്തിൻ്റെ ആഴമാണ് ഇങ്ങനെയുള്ള ചരിത്ര വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ നിരവധി രചനകളിലൂടെ, ഇദ്ദേഹത്തിൻ്റെ ചിന്തകളിലൂടെ തന്നെ എങ്ങനെയാണ് ഇസ്ലാമിനെ സ്വീകരിക്കേണ്ടത്, എങ്ങനെയാണ് നമ്മൾ വിശ്വാസത്തെ സ്വീകരിക്കേണ്ടത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് മറിയമുമായി ബന്ധപ്പെട്ടും ഹസ്രത്ത് ഈസാ അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെട്ട കവിതകളിലെല്ലാം അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്, നിങ്ങൾ റാഷണാലിറ്റിക്ക് എന്നതിൻ്റെ അപ്പുറം പ്രണയത്തിലൂടെ, സ്നേഹത്തിലൂടെ സത്യത്തെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അദ്ദേഹം പറയുന്നത്, അസ്ദുറൂൻ ബാരെ ഇൻ അഖ്ൽ ഖൂദ് മാ റാ മജോ ജാങ് ദർ സഹറായ അഷ്കഷ് മാ ബിറൂനെ ബറായം. അദ്ദേഹം പറയണത്, നിങ്ങൾ ഈ റാഷണാലിറ്റി എന്നതിൻ്റെ അപ്പുറം തുറന്നു വെച്ച പ്രണയത്തിലൂടെയാണ് നിങ്ങൾ സത്യം മനസ്സിലാക്കേണ്ടത് എന്ന് മൗലാന റൂമി പറയുന്നുണ്ട്. അതായത് ഇഷ്കിനെ, സത്യത്തെ നിങ്ങൾ എങ്ങനെയാണ് കാണേണ്ടത് എന്നാണ് അദ്ദേഹം ഈ കവിതയിൽ കൂടി നമ്മെ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ വേറെയും ഈ സ്വാഭാവികമായും ഈ ലോകത്ത് ക്രിസ്മസ് ഒരാഘോഷ പശ്ചാത്തലത്തിൽ നിരവധി റൂമി പണ്ഡിതന്മാർ, പ്രത്യേകിച്ച് ഒമിസാഫിനെ പോലുള്ള പണ്ഡിതന്മാർ ഇദ്ദേഹത്തിൻ്റെ രചനകളിലുള്ള മറിയമുമായി ബന്ധപ്പെട്ട, ഹസ്രത്ത് ഈസാ അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെട്ട നിരവധി കവിതകൾ ഷെയർ ചെയ്തതായി നമുക്ക് കാണുവാൻ കഴിയും. അതിലും ഇതേപോലുള്ള വരികൾ, ഹംചു മറിയം ഹാമിലെ നൂർ ഖുദായെ ഗുഷ്തേയം, അതായത് അള്ളാഹുവിൻ്റെ ഖുദായെ, നൂറെ ഖുദായെ, അള്ളാഹുവിൻ്റെ നൂർ
നൂറിനെ വഹിച്ച മറിയം എന്ന രീതിയിൽ, അതായത് പ്രവാചകനെ, മുൻകാല പ്രവാചകന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും തന്നെ പരാമർശിക്കുമ്പോഴൊക്കെയും മൗലാന റൂമി അത്യധികം ഭവ്യതയോടുകൂടിയും സ്നേഹത്തോടുകൂടിയും ആ തരത്തിൽ അത്യധികം തിയോളജിക്കലായ ടെർമിനോളജികൾ, ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും തന്നെ എടുത്ത ടെർമിനോളജികൾ കൂടുതൽ ഇദ്ദേഹത്തിൻ്റെ രചനകളിൽ നമുക്ക് കാണുവാൻ കഴിയും എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. അതുപോലെ തന്നെ ഇദ്ദേഹം അത്താറുമായും സനായും, മുൻകാലത്തിൽ ഇദ്ദേഹത്തിന് മുമ്പും വന്നിരുന്ന സനായി ആവട്ടെ, അതുപോലെ തന്നെ അത്താറുമാവട്ടെ, അതായത് അത്താർ നിഷാപൂരി, അവരെ കുറിച്ചൊക്കെ വളരെ സുന്ദരമായി അദ്ദേഹത്തിൻ്റെ രചനകളിൽ ഉൾപ്പെടുത്തി നമുക്ക് കാണുവാൻ കഴിയും. അദ്ദേഹം പറയുന്നത് അത്താർ റൂഹ് ബൂദ് വ സനായ ദോ ചഷ്മയോ മാ അസ്പായ സനായ അത്താർ ആമദീം. അദ്ദേഹം പറയുന്നത് അത്താർ എന്ന് പറയുന്നത് സോളായിരുന്നു, സ്പിരിറ്റായിരുന്നു, ആത്മാവായിരുന്നു. സനായി എന്നത് അതായത് ആത്മീയതയുടെ, ഇസ്ലാമിൻ്റെ ഒരു ആശയത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്. അതിൽ ഈ ഇസ്ലാമിൻ്റെ ഒരു ആത്മീയതയുടെ സോളായിരുന്നു അത്താർ. അത്താറിൻ്റെ രചനകൾ കൂടി അതാണ് ലഭിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നത് ഇത് സനായി എന്നത് ഈ സ്പിരിച്വാലിറ്റിയുടെ, ഇസ്ലാമിൻ്റെ ഒരു ആത്മീയ വശത്തിൻ്റെ രണ്ട് കണ്ണുകളായിരുന്നു. നമ്മൾ ഇവർ രണ്ടുപേരുടെയും പാതയാണ് ഞാൻ പിൻപറ്റിയത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. മറ്റൊരു ഭാഗത്ത് അദ്ദേഹം പറയുന്നത് ഹഫ്ത് ഷഹറെ ഇഷ്കുറ അത്താർ ഗഷ്ത്. അദ്ദേഹം പറയുന്നത് അത്താർ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ രചനകളുണ്ട്, അതായത് മന്തിഖ് തേർ പോലുള്ള നിരവധി രചനകൾ കൂടി അത്താറിനെ പോലുള്ള ആൾക്കാർ ചിന്തകൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. നിരവധി സ്റ്റെപ്പുകൾ, അള്ളാഹുലേക്ക് എത്തിച്ചേരാൻ പറ്റുന്ന നിരവധി സ്റ്റെപ്പുകളുണ്ട്. അതിനെയൊക്കെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇദ്ദേഹം പറയുന്നത് ഈ സ്റ്റെപ്പുകളൊക്കെ കടന്ന് പോയ ആളാണ് അത്താർ എന്നത്. എന്നാൽ മാ ഹനൂസ് അന്തർ ഹമേ ഏക് കുചയും, എന്നാൽ നമ്മളിപ്പോഴും ആ ഒരു ആദ്യത്തെ സ്റ്റെപ്പിൽ തന്നെയാണുള്ളത് എന്ന രീതിയിലാണ് മൗലാന റൂമി അത്താറുമായി ബന്ധപ്പെട്ട അത്താറിൻ്റെ, അതായത് അത്താറിനെ പോലുള്ള സനായെ പോലുള്ള അവരുടെ ചിന്തകൾക്കും അത്രത്തോളം താൻ എത്തിയിട്ടില്ല എന്ന രീതിയിലാണ് മൗലാന റൂമി ഇതിൻ്റെ ചിന്തകളിലും പറഞ്ഞു വെക്കുന്നത്. സ്വാഭാവികമായും മൗലാന റൂമിയുടെ ചിന്തകളിലെ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തന്നെയുള്ള ഒരു ഭവ്യതയുടെ അടയാളമായി പണ്ഡിതന്മാർ ഈ വരികളെ ചൂണ്ടിക്കാട്ടുന്നതും നമുക്ക് കാണുവാൻ കഴിയും. ഈ ഒരു തരത്തിലാണ് മൗലാന റൂമി ഒരുപക്ഷെ ഇസ്ലാമിക ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രമുഖനായി മാറിയ കവിയായി മാറുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മൗലാന റൂമി എന്നത് ഫിഖ്ഹി പണ്ഡിതനും കൂടിയായിരുന്നു. അദ്ദേഹം ക്ലാസ്സുകൾ, ഇസ്ലാമിക ക്ലാസ്സുകളും മറ്റും നല്ലൊരു ശതമാനം ഹ്യൂജ് ശൃംഖലയെ അദ്ദേഹം പടച്ചുവിടുവാൻ, ഇസ്ലാമിക പണ്ഡിതന്മാരെ പടച്ചുവിടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. സദറുദ്ദീൻ ഖുനാവിനെ പോലുള്ള മുൻകാലങ്ങളിൽ ഇബ്നു അറബി ആവട്ടെ, സദറുദ്ദീൻ ഖുനാവി ആവട്ടെ, അതുപോലെ തന്നെ ബുർഹാൻ സക്കരിയ, അബു സയ്യിദ് അബുൽ ഖൈറിനെ പോലുള്ള നിരവധി, തബ്രീസിനെ പോലുള്ള നിരവധി പണ്ഡിതന്മാർ ഇദ്ദേഹത്തിൽ ഒരുപാട് സ്വാധീനം ചെലുത്തിയതായി നമുക്ക് കാണുവാൻ കഴിയും. ഇദ്ദേഹത്തിൻ്റെ രചനകളിൽ തുർക്കി, അറബി, ഗ്രീക്ക് ഭാഷകളുടെ സ്വാധീനം നമുക്ക് കാണുവാൻ കഴിയും. സ്വാഭാവികമായും ഒരു ഇസ്ലാമിക പണ്ഡിതൻ എന്ന നിലയിൽ അറബി ഭാഷ നിരവധി ഭാഗങ്ങളിൽ പ്രകടമാണ്. അതുപോലെ തന്നെ ഈ റൂം പ്രദേശത്ത്, റൂം എന്ന് പറയുന്നത് മൗലാന റൂമി എന്നുള്ള പദം തന്നെ രൂപപ്പെടുന്നത് ഇദ്ദേഹത്തെ 3 പേരുകളിലാണ് അറിയപ്പെടുന്നത്. ഒന്ന്, ചിലപ്പോൾ മൗലവി എന്ന് വിളിക്കപ്പെടുന്ന ഒരു ഭാഗം നമുക്ക് കാണുവാൻ കഴിയും. അല്ലെങ്കിൽ മുല്ലേ റൂമിലെ മുല്ല, അതായത് മൗലവി എന്നുള്ള അർത്ഥത്തിൽ അദ്ദേഹം വിളിക്കപ്പെടുന്നുണ്ട്. മൗലാന എന്നുള്ള പദം ഉപയോഗിച്ചുകൊണ്ട് മാസ്റ്റർ എന്നുള്ള അർത്ഥത്തിൽ, ഒരു ഉസ്താദ്, ഗ്രേറ്റ് മാസ്റ്റർ എന്നുള്ള അർത്ഥത്തിൽ മൗലാന എന്നുള്ള പദം അദ്ദേഹത്തെ ഉപയോഗിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. കാരണം ഇദ്ദേഹത്തിൻ്റെ പിതാവിനെ സുൽത്താനുൽ ഉലമ എന്നായിരുന്നു അന്ന് വിളിച്ചിരുന്നത്. ആ ഭാഗത്തുണ്ടായിരുന്ന പണ്ഡിതന്മാരുടെ സുൽത്താൻ എന്ന രീതിയിലാണ് പിതാവിനെ വിളിച്ചത്. അപ്പോൾ സ്വാഭാവികമായും ആ ഒരു ഹെറിറ്റേജ് മൗലാന റൂമിയുടെ ജീവിതത്തിലും നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് ചിലപ്പോൾ ഇദ്ദേഹത്തെ മൗലാന റൂമിനെ മൗലാന അല്ലെങ്കിൽ മൗലവി, മുല്ലായ റൂം എന്നതുപോലെ തന്നെ ജലാലുദ്ദീൻ ബൽഖി എന്നുള്ള പേര് കാണാം. കാരണം അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലമായ ബൽഖിലേക്ക് ചേർത്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്. മറ്റൊന്ന് റൂമി എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് റൂമി എന്നുള്ള പദം വന്നത് എന്നതും കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം മൗലാന റൂമി ഇദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ അധികവും ജീവിക്കുന്നത് കൊനിയയിലാണ്. അന്ന് ആ ഇടക്കാലങ്ങളിൽ മുൻഭാഗത്താണ് സെൽജൂക്കിലടക്കമുള്ള ഭരണകാലഘട്ടത്തിൽ കൊനിയടക്കമുള്ള ആ ചെറിയ ഭാഗങ്ങൾ മുഴുവനും
മുസ്ലിം ഭരണകൂടങ്ങൾ പിടിച്ചടക്കുന്നത്. എന്നാൽ പോലും അവിടെ ഉണ്ടായിരുന്നവരും അവിടെ മുമ്പ് ജീവിച്ചിരുന്നവരുമെല്ലാം മുൻകാലങ്ങളിൽ ഈസ്റ്റേൺ റോമൻ എംപയറിൻ്റെ ഭാഗമായിരുന്നു കൊനിയ എന്നതുകൊണ്ടും അത് റൂം എന്ന പേരിലായിരുന്നു അന്ന് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് മൗലാന റൂമിയെ ജലാലുദ്ദീൻ റൂമി എന്ന് വിളിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ വെസ്റ്റ് ഈസ്റ്റ് മേഖലകളിൽ ഒരുപോലെ പ്രസിദ്ധനാവുവാനും ഇദ്ദേഹത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ അദ്ദേഹത്തിൻ്റെ കിടപ്പ് തന്നെ, അദ്ദേഹത്തിൻ്റെ വളർച്ച, ചിന്തയുടെ വികാസമെല്ലാം ഈ തുർക്കി കൊനിയൻ ഭാഗത്തായതുകൊണ്ട് വെസ്റ്റിലേക്ക് പെട്ടെന്നെത്തുവാനും അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ വളർച്ച, അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ പ്രധാനപ്പെട്ട ഒരു കാരണമായി മാറിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. മൗലാന റൂമിയെ നിരവധി പണ്ഡിതന്മാർ പിൽക്കാലങ്ങളിൽ സ്വാധീനിച്ചിട്ടുണ്ട്. അതിൽ നമ്മുടെ തന്നെ ഒരുപക്ഷെ ഇന്ത്യയിൽ മൗലാന റൂമിയെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് അല്ലാമ ഇഖ്ബാലിനെയാണ്. അദ്ദേഹത്തിൻ്റെ രചനകളിൽ ബേ കാമെ ഖുദ് ദിഗർ ആൻ കൊഹ്നെ മി റീസ് के बाजाम शुने यरजाद मुल्के परवीज़ जे अशार जलालुद्दीन रूमी बे दीवार हरीमे दिले बे യവീസ്. അതായത് മൗലാന റൂമിയുടെ ചിന്തകളിലെ ഒരു സ്വാധീനത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ചിന്തകൾ ഓൾഡ് വൈൻ എന്നാണ് ഇഖ്ബാൽ ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഇഖ്ബാൽ പോലും വൈനിനെ ഉപയോഗിക്കുന്ന നമുക്ക് കാണുവാൻ കഴിയും. ഒരു പക്ഷേ ഇതുകൊണ്ട് തന്നെ ഈ അക്ഷര വായന നടത്തുന്ന ക്രിട്ടിക്കുകൾ ഈ സൂഫി പണ്ഡിതന്മാരുടെ രചനകളിൽ വൈൻ പോലുള്ള, പ്രണയം പോലുള്ള പദപ്രയോഗങ്ങൾ ഇസ്ലാമിക രീതിക്ക് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളയെന്ന് കാണുവാൻ കഴിയും. അല്ലാമ ഇഖ്ബാൽ പോലും ഈ വൈൻ എന്നുള്ള പദം ഉപയോഗിക്കുന്നത് ഇവിടെ മൗലാന റൂമിയുടെ ചിന്തയെ പരാമർശിക്കുവാൻ വേണ്ടിയിട്ടാണ്. അത് പറയുന്നത് വളരെ വിലപിടിപ്പുള്ള അന്നുണ്ടായിരുന്ന ഈ പേർഷ്യൻ എംപറർ ആയിരുന്ന പർവേസിൻ്റെ മുഴുവൻ സാമ്രാജ്യത്തെക്കാളും മൗലാന റൂമിയുടെ ഫിലോസഫിക്ക് ആഴമുണ്ട് എന്നാണ് അല്ലാമ ഇഖ്ബാൽ അദ്ദേഹത്തിൻ്റെ കവിതകളിൽ കൂടി പറയുന്നത്. ഇത്രത്തോളം ഇന്ത്യയിൽ പോലും മൗലാന റൂമിയുടെ ചിന്തകൾക്ക് സ്വാധീനം ഉണ്ടായതായി നമുക്ക് കാണുവാൻ കഴിയും. പിന്നീട് ഇദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ പുത്രനായിരുന്ന സുൽത്താൻ വലദ് ഇദ്ദേഹത്തിൻ്റെ മൗലവിയ ഗ്രൂപ്പിന് ഒരു ക്രോഡീകരണം ഉണ്ടാക്കിയെടുക്കുകയും ഒരു ഇന്ന് കാണുന്ന അന്നുണ്ടായിരുന്ന ഒരു ഫുൾ ഫ്ലെഡ്ജഡ് സംവിധാനത്തിലേക്കാക്കി മാറ്റുകയും ഇദ്ദേഹത്തിൻ്റെ കവിതകൾ എന്ന രീതിയിലേക്ക് ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം മൗലാന റൂമി അദ്ദേഹത്തിൻ്റെ രചനകളിൽ കവിതകളിലൂടെ, ഇബാദത്തിലൂടെ, അതുപോലെ തന്നെ നാട്യരംഗത്തിലൂടെ അത് കൂടുതൽ പോയട്രി എല്ലാം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആത്മീയതയുടെ ഒരു വളർച്ചയ്ക്ക് ഉപയോഗിക്കാം എന്നുള്ള ചിന്ത മുന്നോട്ട് വെച്ച ആളാണ്. സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ ജീവിത പശ്ചാത്തലം തുർക്കിക് ഏരിയയിൽ ഉണ്ടായിരുന്ന അവിടുത്തെ ഒരു കൾച്ചറൽ, ഒരു സാംസ്കാരിക വികാസം സ്വാഭാവികമായും മൗലാന റൂമിയുടെ ചിന്തകളിലും സ്വാധീനം ചെലുത്തിയത് ഉണ്ടാവാം. നൃത്തം പോലുള്ളത് ഈ ഒരു ഇസ്ലാമിക ആത്മീയത വളർച്ചയ്ക്ക് ഉപയോഗിക്കുന്ന സാഹചര്യത്തിലേക്ക് മൗലാന റൂമിയെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. സ്വാഭാവികമായും ഏതൊരു പണ്ഡിതനും വളരുന്നത് ആ ഒരു കാലഘട്ടത്തിലാണ്. അവർ എല്ലാ കാലഘട്ടവും അവരുടെ കാലവുമായി ബന്ധിതരാണ്. അതുകൊണ്ട് തന്നെ മൗലാന റൂമിയുടെയും സാംസ്കാരിക പരിസരം ഇതേപോലുള്ള രീതികൾ കൂടി സ്വാധീനിക്കപ്പെട്ടതുകൊണ്ട് ഒരുപക്ഷെ ഇങ്ങനെയുള്ള നാട്യങ്ങളും കൂടി അദ്ദേഹത്തിൻ്റെ ചിന്തകളിൽ ആത്മീയത വളർത്താൻ അദ്ദേഹം ഉപയോഗിച്ചതെന്ന് നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് സമ പോലുള്ള ഡാൻസുകൾ മൗലവിയ ത്വരീഖത്ത് എന്ന് വിളിക്കപ്പെടുന്ന ഇദ്ദേഹത്തിൻ്റെ പുത്രനാൽ ഏകോപിപ്പിക്കപ്പെട്ട ആ ഒരു ത്വരീഖത്ത് വിശാലമാക്കി കൊണ്ടുവന്നത്. സ്വാഭാവികമായും അതും കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. സമ എന്ന് വിളിക്കപ്പെടുന്ന ഈ നാട്യരംഗത്തിന് വളരെ വിശാലമായ ഒരു അർത്ഥവും കൂടിയുണ്ട്. അതായത് ഒരു കൈ മുകളിലും ഒരു കൈ താഴെ വെക്കുന്ന ആ നാട്യരംഗത്തിന് ഒരു നൈരന്തര്യമുണ്ട്. കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു നൃത്തമാണത്. അതിൽ അവർ ആശയം പറയുന്നത് മുകളിൽ നിന്ന് അള്ളാഹുവിൽ നിന്ന് സ്വീകരിക്കുകയും അത് താഴേക്ക് ജനങ്ങളിലേക്ക് എത്തിച്ചേരേണ്ട സന്ദേശം സ്വീകരിച്ച് ധനമാവട്ടെ സന്ദേശമാവട്ടെ അത് ജനങ്ങളിലേക്ക് എത്തിച്ചേരേണ്ട ഒരു വസ്തുതയാണ്. അതിൻ്റെ കൂടെ തന്നെ ആ കറക്കത്തിൻ്റെ, ആ ഡാൻസിൻ്റെ നൈരന്തര്യം ഉദ്ദേശിക്കുന്നത് ഇത് നിരന്തരം
വർക്ക് ചെയ്യപ്പെടേണ്ട ഒരു ആശയമാണ് എന്നതും കൂടിയാണ്. അതിൻ്റെ കൂടെ മറ്റൊരാശയം തങ്ങളിലേക്ക് കയറുന്നതിന് പകരം അത് തങ്ങളിലേക്ക് കയറാതെ ജനങ്ങളിലേക്ക് എത്തുക എന്ന ഒരു ഹ്യൂമാനിറ്റേറിയൻ കൺസെപ്റ്റും കൂടി ആ ഡാൻസിൽ ഉണ്ട് എന്നാണ് ഈ ഡാൻസിനെ കുറിച്ചുള്ള ചർച്ചകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഒരു തരത്തിലാണ് മൗലാന റൂമിയുടെ ജീവിതവും അതുപോലെ തന്നെ അതിൻ്റെ ചിന്തകളും പിന്നീട് അദ്ദേഹത്തിൻ്റെ ചിന്തകൾ വിവിധ പിൻകാല പണ്ഡിതന്മാരുടെ സ്വാധീനത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വസ്തുത. എന്നാൽ തന്നെയും ഇസ്ലാമിക ലോകത്ത് വിവാദങ്ങളുള്ള ഏതൊരു മധ്യകാല പണ്ഡിതന്മാരെ പോലെ തന്നെ, പ്രത്യേകിച്ച് സൂഫി, ഈ ആധ്യാത്മിക ബാക്ക്ഗ്രൗണ്ടുള്ള അല്ലെങ്കിൽ കവിതയുമായി ബന്ധപ്പെട്ട മേഖലയിൽ ബാക്ക്ഗ്രൗണ്ടുള്ള ഏതൊരു പണ്ഡിതനെ പോലെ തന്നെ മൗലാന റൂമിയുടെ ജീവിതത്തിലും ഈ ഒരു തരത്തിലുള്ള വിവാദങ്ങൾ കൂടി നമുക്ക് കാണുവാൻ കഴിയും. എന്നാലും ആ ഒരു കാലഘട്ടത്തിൽ ഒരു പക്ഷേ ചില പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ നിരവധി ആൾക്കാരെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരുവാനും നിരവധി ആൾക്കാരെ ശരിയായ ഇസ്ലാമിൻ്റെ മാർഗത്തിലേക്ക് നയിക്കുവാനും വഴിയൊരുക്കിയ പണ്ഡിതനും കൂടിയാണ് മൗലാന റൂമി എന്നും കൂടി ചരിത്രത്തിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.